Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെജ് ഫ്രൈഡ് റൈസ് ആണ്. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഒരു 20 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ അരി നല്ലവണ്ണം കഴുകി ഒരു 3-4 വട്ടം നല്ലവണ്ണം കഴുകണം. കഴുകിയിട്ട് ഞാനൊരു വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം സോക്കായിട്ടുണ്ട്. ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ചോറ് വെക്കാവുന്നതാണ്. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തിലോട്ട് അരി ഇടാവുന്നതാണ്. അതിനു മുമ്പ് ഞാൻ ഇതിലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അരി ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ചോറിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഇപ്പം തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഈ അരി ഒരു 90% വേവുമ്പോൾ നമുക്ക് അത് വാട്ടറെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം അരി നല്ല വെന്ത് വരാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൈവച്ച് നമ്മൾ മോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് വേവും കൂടെ മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇത് പെട്ടെന്ന് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിനകത്ത് നമ്മൾ എന്തൊക്കെ വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞതുണ്ട്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ റെഡ് കളറിലുള്ള ക്യാപ്സിക്കമാണ്. കുറച്ച് ബീൻസ് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ താഴത്തെ വൈറ്റ് പാർട്ടാണ്. കുറച്ച് വൈറ്റ് പാർട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ ഇത് വെജ് ഫ്രൈഡ് റൈസിൽ നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുന്നതാണ്. വളരെ നല്ലതാണ്. ഇനി നമുക്കൊരു കട്ടിയുള്ളൊരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, ബീൻസ് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, ക്യാബേജ് അരിഞ്ഞത്. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ഒന്നിങ്ങനെ വഴറ്റാം. കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു റോ ഫ്ലേവർ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തിലോട്ടൊരു 2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഫ്ലെയിം ആണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം.
ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വിട്ടിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ചോറ് കുഴഞ്ഞു പോകാത്തവണ്ണം ഇങ്ങനെ അടിയിൽ നമുക്ക് നല്ലോണം ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച സ്പ്രിംഗ് ഇതിനും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിവിടെ കാണാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് ഫ്രൈഡ് റൈസാണ്. അത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന ഇനിയും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഡിഷസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.